जनरञ्जन यशोदानन्दन व्रज जनरञ्जन यमुनतीरावनचारि यमुनतीरावनचारि जय राधा माधव कुंज बिहारी हरे कृष्णा 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 हरे 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 राम 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 हरे हरे। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवम् साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यैव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभो नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. നമ്മള് ശ്രീമദ് ഭഗവത്ഗീത 15-ാം അധ്യായം തുടങ്ങാൻ പോണു. പുരുഷോത്തമ യോഗം. പുരുഷോത്തമ യോഗം. പുരുഷോത്തമ എന്ന് പറയുമ്പോ പുരുഷ ഉത്തമ. പുരുഷ എന്ന് പറയുമ്പോ പുരുഷൻ. ഉത്തമ എന്ന് പറയുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠനായത്, സർവോപരി എല്ലാവർക്കും മുകളിലുള്ള. ബ്രഹ്മസംഹിതയില് ബ്രഹ്മദേവൻ സ്തുതിക്കുന്നത് ഈശ്വര പരമകൃഷ്ണ. ആ പരമ എന്നുള്ള അർത്ഥം തന്നെയാണ് ഇവിടെ ഉത്തമ എന്നുള്ളതിലും വരുന്നത്. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. അനാദിരാദിർ, ആർക്കും അദ്ദേഹത്തിന്റെ തുടക്കമോ അല്ലെങ്കിൽ എവിടെ നിന്ന് വന്നു, എങ്ങനെ ഉണ്ടായി, അങ്ങനെയൊന്നും ആർക്കും ചോദിക്കാൻ തന്നെ പറ്റില്ല. കാരണം ഭഗവാനിൽ നിന്നാണ് എല്ലാം വന്നിരിക്കുന്നത്. ഇപ്പോ പുരുഷോത്തമ യോഗം, ആ പുരുഷോത്തമനായിട്ടുള്ള ഭഗവാൻ നമ്മള് ഈ ലോകത്ത് നമുക്ക് ആലോചിക്കാനും കൂടി പറ്റാത്ത അത്രയും കാലം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ ഭൗതിക ലോകത്തുനിന്ന് എങ്ങനെ നമ്മള് ഫ്രീ ആവണം, നമ്മുടെ ഈ ബന്ധനങ്ങളൊക്കെ ഛേദിച്ച് നമ്മൾ എങ്ങനെ ഇവിടെ നിന്ന് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞു തരികയാണ്. ഫസ്റ്റ് ശ്ലോകം തുടങ്ങാം. ഊർധ്വമൂലമധഃശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്ത്വം വേദ സ വേദവിത്.
ഊർധ്വമൂലമധഃശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്ത്വം വേദ സ വേദവിത്. ഊർധ്വമൂലമധഃശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്ത്വം വേദ സ വേദവിത്. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ശ്രീഭഗവാനുവാച ഊർധ്വമൂലമധഃശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവേത്. ഹരേ കൃഷ്ണ. അടുത്താരാണ്? ഹരേ കൃഷ്ണ. വാസുദേവായ. ശ്രീ ഭഗവാനുവാച ഊർധ്വമൂലമദം ശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുജി പ്രണാമം. ശ്രീ ഭഗവാനുവാച ഊർധ്വമൂലമധഃശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച ഊർധ്വമൂല അധോ ശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്യം വേദ സ വേദവിത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച ഊർധ്വമൂലമധഃശാഖ അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച ഊർധ്വമൂലമധഃശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ശ്രീ ഭഗവാനുവാച ഊർധ്വമൂലമധഃശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച ഊർധ്വമൂലമധഃശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത്. ഹരേ കൃഷ്ണ. തദർത്ഥം ശ്രീ ഭഗവാൻ വാച, ശ്രീ ഭഗവാൻ പറഞ്ഞു, ഊർധ്വമൂലം വേരുകൾ മേൽപോട്ടായിട്ടും അധഃ ശാഖാം ശാഖങ്ങൾ കീഴ്പോട്ടായിട്ടും അശ്വത്ഥം അശ്വത്ഥത്തെ അരയാൽ അവ്യയം അവ്യയമെന്ന് സനാതനമാണ്. പ്രാഹു പറയുന്നു, ഛന്ദാംസി ഛന്ദസുകൾ വേദമന്ത്രങ്ങൾ, യസ്യ യാതൊന്നിൻ്റെ, പർണാനി ഇലകൾ ആകുന്നു, യഹ യാതൊരുവൻ, തം അതിനെ, അശ്വത്ഥത്തെ, വേദ അറിയുന്നു, സഹ അദ്ദേഹം, വേദവിത് വേദജ്ഞനാകുന്നു. വിവർത്തനം ഭാവാർത്ഥം യശ്പ്രപാദ് കി ജയ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഒരാൾ വായിക്കൂ, വിവർത്തനം വായിക്കൂ. ഹരേ കൃഷ്ണ.
പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, വേരുകൾ മേൽപോട്ടും ശാഖകൾ കീഴ്പോട്ടുമായിട്ട് അക്ഷയമായൊരു അശ്വത്ഥമുണ്ട്. അതിന്റെ ഇലകളാണ് വേദമന്ത്രങ്ങൾ. ഈ വൃക്ഷം എന്തെന്ന് അറിയാവുന്നവനെത്രേ വേദജ്ഞൻ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ഓക്കെ. ഇങ്ങനെ ഒരു വൃക്ഷത്തെ നമ്മൾ ആരും എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇതുപോലെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. എവിടെയാ കണ്ടിട്ടുണ്ടാവുക? വേരുകൾ മേൽപോട്ടും ശാഖകൾ കീഴ്പോട്ടും. എവിടെയാ കാണാൻ സാധിക്കുക? അതെ. പുഴക്കരയില് വൃക്ഷങ്ങളുടെ പ്രതിബിംബം കാണാൻ സാധിക്കും. വേരുകൾ മേൽപോട്ടും ശാഖകൾ കീഴ്പോട്ടും. എന്നാൽ ആ കാണുന്നത് വാസ്തവമാണോ? അല്ല. ആ, പ്രതിബിംബം വാസ്തവമല്ല. അല്ലല്ലോ. നമുക്കതിനെ അനുഭവിക്കാനോ സ്പർശിക്കാനോ ഒന്നും പറ്റില്ല. ജസ്റ്റ് നമ്മുടെ ഒരു എന്താ പറയാ, ഭ്രമം എന്നൊക്കെ പറയാം. അപ്പോ ശ്രീല പ്രഭുപാദർ ഇതിന്റെ വിവർത്തനത്തില് വളരെ മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഭഗവാൻ ഈ ശ്ലോകത്തില് എന്താണ് നമ്മളോട് പറയുന്നതെന്ന്. അപ്പൊ ഈ ആൽമരം എന്ന് പറയണത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഉദാഹരണമാണ്. കാരണം ആൽമരം ഒരുപാട് വർഷങ്ങൾ 500 വർഷങ്ങൾക്ക് മേലെ നിൽക്കുന്ന ആൽമരങ്ങള് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും പല സ്ഥലങ്ങളിലും. അപ്പോ ഒരുപാട് ദീർഘകാലം ജീവിച്ചു നിൽക്കുന്ന ഒരു മരമാണ് അശ്വത്ഥം, അതായത് ആൽമരം. അപ്പൊ ഈ ആൽമരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വേരുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിന്റെ ശാഖകളിൽ നിന്നും കീഴ്പോട്ട് വേരിറങ്ങും. പിന്നെ വളരെ സ്ട്രോങ് ആണ്. അതിന്റെ വേര് പിടിച്ച് നമുക്ക് ഒരിക്കലും ഒരു അശ്വത്ഥ വൃക്ഷത്തിന് അല്ലെങ്കിൽ ആൽമരത്തിനെ പിഴുതു മാറ്റാൻ പറ്റില്ല. ഇത്രയും ചെറിയൊരു തൈയിനെയൊക്കെ ചിലപ്പോൾ പിഴുതെടുക്കാൻ പറ്റും. പക്ഷെ ഇത്രയും വലിയൊരു വൃക്ഷത്തിന്, വലിയൊരു ആൽമരത്തിന് ആർക്കും പിഴുതെടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ വൃക്ഷം ശരിക്കും ഭഗവാൻ നമ്മുടെ ഈ നിലനിൽപ്പ്, നമ്മുടെ അസ്തിത്വത്തിനെയാണ് ഭഗവാൻ ഈ വൃക്ഷത്തിന്റെ ഉപമ കൊണ്ട് പറഞ്ഞു തരുന്നത്. നമുക്ക് ഈ വൃക്ഷത്തിന് ഭഗവാൻ ഈ ശ്ലോകത്തിന്റെ ലാസ്റ്റിൽ പറയണത് യസ്ത്വം വേദസ വേദവിത്ത് എന്ന് പറഞ്ഞാൽ ഈ വൃക്ഷത്തിനെ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ഒരുവൻ ആണ് വേദങ്ങളെ ശരിക്കും മനസ്സിലാക്കിയത്. അല്ലാത്ത പക്ഷം വെറുതെ വായിച്ചു പോയതേ ഉള്ളൂ. ഈ വൃക്ഷം എന്താണ്, ഈ വൃക്ഷം എങ്ങനെ നമ്മുടെ ജീവിതത്തിനെ ഉപമിക്കുന്നു, പിന്നെ ഈ വൃക്ഷം വളരെ സ്ട്രോങ് ആയിട്ട് മണ്ണിൽ ഉറച്ചു നിൽക്കുകയല്ലേ.
അപ്പൊ എങ്ങനെ നമുക്ക് ഇതിനെ ഫ്രീ ആക്കാൻ പറ്റും? അപ്പൊ ശരിക്കും ഈ വൃക്ഷത്തിന്റെ ഉത്ഭവം എവിടെയാണ്? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോ ഭഗവാൻ പറയുന്നുണ്ട് ഊർധ്വമൂലം അധശാഖ. അപ്പൊ ശരിക്കും ഇതിന്റെ വേരുകൾ മുകളിലാണ്. അപ്പൊ നമ്മൾ ഈ ലോകത്ത് നേരെയാണെന്ന് വിചാരിക്കണത് ശരിക്കും തല കീഴ്പോട്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഭൗതിക ലോകത്ത് ഇത്രയും കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുന്നത്. കാരണം നമ്മൾ ഇവിടെയല്ല നിൽക്കേണ്ടത്. ഇപ്പോ വെള്ളത്തിൽ കിടക്കേണ്ട മീൻ കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് സുഖമായിട്ടിരിക്കാൻ പറ്റില്ല. ഒരുപാട് വേദനയുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അത്. അപ്പൊ അതുപോലെ ശരിക്കും നമ്മളൊക്കെ ആരാണ്? ചൈതന്യ മഹാപ്രഭു എന്താ പറയണത്? ജീവേർ സ്വരൂപായ കൃഷ്ണേർ നിത്യദാസ്. ഒരു ജീവാത്മാവിന്റെ ശരിക്കുമുള്ള സ്വരൂപം ഭഗവാന്റെ നിത്യദാസൻ എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ മാത്രമേ ഒരു ജീവാത്മാവിന് സുഖമായിട്ടിരിക്കാൻ സാധിക്കുള്ളൂ. വേറെ എന്തൊക്കെ നമ്മൾ ട്രൈ ചെയ്താലും നമുക്ക് ഒരിക്കലും ശാശ്വതമായിട്ടുള്ള സുഖം കിട്ടില്ല. ക്ഷണിക സുഖം. ഇപ്പോ നമുക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഭക്ഷ്യപദാർത്ഥം, ഇപ്പോ നല്ല ടേസ്റ്റ്, നല്ല മധുരമുള്ള ഒരു പായസം വളരെ ഇഷ്ടമാണ്. നമുക്ക് എത്ര പായസം കഴിക്കാൻ പറ്റും? 1 കപ്പ് കഴിച്ചു, 2 കപ്പ് കഴിച്ചു, 3 കപ്പ് കഴിച്ചു മാക്സിമം. അത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും അത് ആസ്വദിക്കാൻ സാധിക്കില്ല. കഴിച്ചു തുടങ്ങിയപ്പോ എത്ര ടേസ്റ്റ് ആയിരുന്നോ അത്രയും ടേസ്റ്റ് തന്നെയാണ് ആ പായസത്തിന് ഇപ്പോഴും ഉള്ളത്. എന്നാൽ കൂടി നമുക്കത് ആസ്വദിക്കാൻ സാധിക്കില്ല. അതാണ് ഭൗതിക ലോകത്തെ നമ്മുടെ ജഡ ഇന്ദ്രിയങ്ങള്, നമ്മുടെ ഈ ഏത് നിമിഷവും നശിക്കാൻ സാധ്യതയുള്ള ഈ ശരീരത്തിന്റെ പ്രത്യേകത. ഇത് ശാശ്വതമല്ല. അപ്പോ നമ്മള് എന്താണ് നമ്മുടെ ഒരു ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തി ചെയ്യേണ്ടത്? എങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോവാം എന്നുള്ള ആ അറിവ് നേടാൻ ശ്രമിക്കണം. ഇപ്പോ ഭഗവാൻ നമ്മളെ ഒരിക്കലും തനിച്ചാക്കിയിട്ടില്ല. ഇപ്പോ നമ്മുടെ ബുദ്ധിമോശം കൊണ്ട് നമ്മൾ ഈ ഭൗതിക ലോകത്തിലേക്ക് വന്നു. ഭഗവാനെ സുഖമായിട്ട് സേവ ചെയ്തിരുന്ന നമ്മള് ഭഗവാനോട് അസൂയ തോന്നി. എന്തിനാണ് ഞാൻ ഭഗവാനെ എപ്പോഴും സേവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ട് എനിക്ക് സ്വതന്ത്രനായിട്ട് ആസ്വദിച്ചൂടാ എന്നൊരു നിമിഷത്തേക്ക് തോന്നിപ്പോയി. അപ്പോ ഭഗവാൻ പരമ കരുണാമയനാണ്. നമ്മുടെ ഒരു ആഗ്രഹങ്ങളും ഭഗവാൻ പൂർണ്ണമായിട്ടും തിരസ്കരിക്കില്ല. ശരി, നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ഒറ്റയ്ക്ക് ആസ്വദിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ ഇരിക്കും എന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് വേണ്ടി. ആ നിമിഷം വരെ ഭൗതിക ലോകം ഇല്ല. നമ്മള് തനിച്ച് ആസ്വദിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് ഭഗവാൻ നമുക്ക് വേണ്ടി ഭൗതിക ലോകം സൃഷ്ടിച്ചു തരുന്നത്. ആധ്യാത്മ ലോകത്തിന്റെ ഒരു മൂലയ്ക്ക് ഒരു ചെറിയ ഒരു മേഘം, അത്രേ ഉള്ളൂ ഭൗതിക ലോകം. ബാക്കി സൃഷ്ടി മുഴുവനും ആധ്യാത്മ ലോകങ്ങളാണ്. അപ്പൊ ജസ്റ്റ് ഈ കുട്ടികള് വീഡിയോ ഗെയിം ഒക്കെ കളിക്കുന്നുണ്ടാവും. അപ്പൊ ആ വീഡിയോ ഗെയിമിൽ കളിക്കുമ്പോ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും യാഥാർത്ഥ്യമല്ല. പക്ഷെ ആ കുറച്ച് നേരത്തേക്ക് ആ കുട്ടിക്ക് തോന്നും, ഓ എന്നെ ഇപ്പൊ ആരെങ്കിലും വെടിവെച്ചു, അല്ലെങ്കിൽ ഞാൻ ഒരാളെ വെടിവെച്ചു, അയാൾ മരിച്ചു, അല്ലെങ്കിൽ ഞാൻ മരിച്ചു
പക്ഷെ യഥാർത്ഥത്തിൽ ആരും മരിച്ചിട്ടില്ല, ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ അതുപോലെ നമ്മള് ഭൗതിക ലോകത്തിലേക്ക് വരുമ്പോ ജസ്റ്റ് എന്താ പറയാ, ഭഗവാനും നമ്മളുടെയും ഇടയിൽ ഒരു കർട്ടൻ വീണു. ആ കർട്ടനാണ് മഹാമായ, ഭഗവാന്റെ മഹാമായ ശക്തി. ആ കർട്ടൻ വീഴുമ്പോ എന്ത് പറ്റും? നമ്മള് ഭഗവാനിൽ നിന്ന് വിമുഖനാവുമ്പോ ആ കർട്ടൻ വീഴും. ആ കർട്ടൻ വീണ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് യാഥാർത്ഥ്യം, എന്താണ് മിഥ്യ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മള് തിരിച്ച് ഭഗവാനെ ഫേസ് ചെയ്യണം. ഇപ്പൊ ഇരുട്ടത്ത് നമുക്ക് ഒന്നും കാണാൻ സാധിക്കില്ല, വെളിച്ചം വേണം എന്തെങ്കിലും കാണണമെങ്കിൽ. അതാണ് കൃഷ്ണ സൂര്യസമ മായ ഹയ അന്ധകാർ, യാഹൻ കൃഷ്ണ താഹൻ നഹി മായാർ അധികാർ ആണ് മഹാപ്രഭു പറയണത്. കൃഷ്ണൻ സൂര്യനെ പോലെയാണ്. സൂര്യന്റെ മുന്നിൽ അന്ധകാരത്തിന് അസ്തിത്വമില്ല. അതുപോലെ തന്നെ കൃഷ്ണന്റെ മുന്നില് മായയ്ക്ക് നിൽക്കാൻ സാധിക്കില്ല. കൃഷ്ണ ബഹിർമുഖ ജീവ് ഭോഗവാഞ്ചാകൊരെ എന്ന് പറഞ്ഞാൽ നമ്മള് ഭഗവാനിൽ നിന്ന് വിമുഖനാവുമ്പോഴാണ് നമുക്ക് എനിക്ക് എൻജോയ് ചെയ്യണം, എനിക്ക് ആസ്വദിക്കണം എന്നുള്ളൊരു ചിന്ത വരണത്. ശരിക്കും നമുക്ക് ആസ്വദിക്കണമെങ്കിൽ എന്ത് വേണം? എല്ലാം നമ്മൾ ഭഗവാന് വേണ്ടി ചെയ്യണം. ഭഗവാൻ സന്തോഷിക്കുമ്പോഴേ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുള്ളൂ. നമുക്ക് തനിച്ച് ആസ്വദിക്കാൻ സാധിക്കില്ല. കാരണം എന്താണ് കാരണം? എല്ലാ ജീവാത്മാക്കളും ഭഗവാന്റെ അംശങ്ങളാണ്. നമ്മളെല്ലാരും ഭഗവാന്റെ അംശങ്ങളാണ്. ഇപ്പൊ ഒരു ശരീരത്തിന്റെ പല അംഗങ്ങൾ ഉണ്ടാവും. കൈ, കാല്, നാവ്, പിന്നെ ഉദരം. അപ്പൊ ഒരു ശരീരത്തിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ ഉദരമാണ് ഭഗവാൻ. ബാക്കിയെല്ലാം ഈ ശരീരത്തിന്റെ അംഗങ്ങളാണ്. അപ്പൊ ഒരു ഭക്ഷണം കയ്യിന് മാത്രമായിട്ട് എൻജോയ് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കുമോ? ഇപ്പൊ നല്ല ഭംഗിയുള്ള നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഭക്ഷണം കൈകൊണ്ട് എടുത്തു, കയ്യിന് തനിച്ചതിനെ എൻജോയ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കൈ പുഷ്ടിപ്പെടണം എന്നുണ്ടെങ്കിൽ, കയ്യിന് ശക്തി കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ ഭക്ഷണം വായിലിടണം, വായന്നത് വയറ്റിലെത്തണം. വയറ്റിലെത്തി അത് ദഹിക്കുമ്പോഴാണ് ആ ശക്തി നമ്മുടെ കയ്യിലേക്ക് എത്തുക. ബാക്കി ഏതങ്ങളായാലും, നാവായിക്കോട്ടെ, നാവിൽ വെച്ചുകൊണ്ടിരുന്നു കുറച്ചു നേരം ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ അത് വയറ്റിലെത്തിയില്ലെങ്കിൽ ആ നാവിലും ശക്തി ഉണ്ടാവില്ല. അപ്പൊ ജീവാത്മാക്കൾക്ക് ഭഗവാനെ സേവ ചെയ്യാണ്ട് തനിച്ച് ആസ്വദിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അത് ഈ ഒരു കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടി ഈ ഭൗതിക ലോകം സൃഷ്ടിച്ച് നമ്മളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ബ്രഹ്മാവ് തൊട്ട് ഇന്ദ്രഗോപം എന്ന് പറയുന്ന ഒരു ചെറിയ പുഴു പ്രാണി വരെ ഉള്ള എത്രയുണ്ട്? 84 ലക്ഷം ജീവജാലങ്ങളുണ്ട്. അതിൽ മനുഷ്യ ജീവജാലങ്ങൾ തന്നെ 4 ലക്ഷം ഉണ്ട്. അപ്പൊ ഇത്രയും ശരീരങ്ങള്, ഇത്രയും ശരീരങ്ങളിൽ കൂടെ നമ്മള് ഓരോ ശരീരത്തിലും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ബ്രഹ്മദേവന്റെ ശരീരം തൊട്ട് ഈ പ്രാണിയുടെ ശരീരം വരെ, ഏറ്റവും ഉന്നതമായ ശരീരം തൊട്ട് ഏറ്റവും നിമ്നമായിട്ടുള്ള ഈ ശരീരം വരെയുള്ള എല്ലാ ശരീരങ്ങളും നമ്മൾ ജീവിച്ച് ട്രൈ ചെയ്ത് കറങ്ങി പോയിട്ടുണ്ട്. അപ്പൊ ഇതിലൊന്നിലും നമുക്ക് ഭഗവാനിൽ നിന്ന്
വേർപെട്ട് തനിച്ച് ആസ്വദിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഈ സത്യം, ഈ പരമസത്യം നമ്മൾ മനസ്സിലാക്കണം. പ്രഭുപാദ പറയണത്, ഒരുപാട് ജന്മങ്ങൾ നീ നിനക്ക് വേണ്ടി വേസ്റ്റ് ചെയ്തു. നിന്റെ ഈ നമ്മള് ലാബില് കുറെ എക്സ്പെരിമെന്റുകൾ ചെയ്യും. ഇത് രണ്ടും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തയ്യാറാവും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ഈ സാധനം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ കുറെ എക്സ്പെരിമെന്റുകൾ. അവസാനം ഒരു സാധനം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇന്നത് ഇതാണെന്ന് മനസ്സിലാക്കും. അപ്പൊ അതുപോലെ നമ്മൾ ഇത്രയും ശരീരങ്ങളിൽ ജീവിച്ച് മരിച്ച് ടൈം വേസ്റ്റ് ചെയ്തു. ശരി, ഇനി അവസാനം നിനക്ക് ഈ മനുഷ്യ ശരീരം കിട്ടി. ഭഗവാന്റെ പുണ്യം, നമ്മൾ ഏതൊക്കെയോ ജന്മങ്ങളിൽ ചെയ്ത പുണ്യം വശാൽ അവസാനം നമുക്ക് ഈ ശരീരം കിട്ടി. ഇനി ഈ ശരീരത്തിൽ മാത്രമേ നമുക്ക് എന്താണ് ഭഗവാനെ കുറിച്ചും നമ്മളെ കുറിച്ചും ഉള്ള ഈ കാര്യങ്ങള് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഈ ഒരു ജന്മമെങ്കിലും നീ നിനക്ക് വേണ്ടി ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. നീയും ഭഗവാനുമായിട്ടുള്ള ബന്ധം പുനർസ്ഥാപിക്കൂ എന്നാണ് ശ്രീല പ്രഭുപാദർ പറയണത്. ഇപ്പൊ ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തി എന്ത് ചെയ്യണം? ആ ഉപദേശം പൂർണ്ണമായിട്ടും സ്വീകരിച്ച് സ്വന്തം ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ എന്താണ്, ആ വ്യക്തി വെറുതെ ഒരു ഇത്രയും ദുർലഭമായിട്ടുള്ള മനുഷ്യജന്മം പാഴാക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഭൗതിക ലോകത്ത് നമ്മൾ എല്ലാ ബന്ധങ്ങളും നമുക്ക് അച്ഛൻ, അമ്മ, സഹോദരങ്ങള്, ഭാര്യ, ഭർത്താവ്, കുട്ടികള്, ഇങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ട്, ബന്ധുക്കളുണ്ട്. പക്ഷെ ഇതൊന്നും ശാശ്വതമല്ല. ഏത് നിമിഷവും വേണമെങ്കിലും ഈ ഒരു ബന്ധം മുറിയാൻ സാധിക്കും. ഒരു നിമിഷം മതി. വല്ല അസുഖമാവട്ടെ, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ആവട്ടെ, അല്ലെങ്കിൽ ആയുസ് തീർന്നിട്ടുണ്ടാവും, വയസ്സായിട്ടാവും. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് ഈ ഭൗതിക ലോകത്ത് ഒരു ശരീരം നശിക്കാൻ. അത് ഏത് നിമിഷം വേണമെങ്കിലും സംഭവിക്കാം. അപ്പോ ആ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ഈ ബന്ധം വേർപെട്ടു. ഒരാൾ മരിച്ചു കിടക്കുമ്പോ എത്ര നേരം ആ ശരീരത്തിനെ വെച്ചുകൊണ്ട് ആൾക്കാർ ഇരിക്കും? കൂടിപ്പോയ 2-3 മണിക്കൂർ. വളരെ ദൂരെ ബന്ധുക്കളൊക്കെ ഉള്ളവര് ഐസ് ബോക്സിൽ ഇട്ടിട്ട് 2-3 ദിവസം വെക്കുമായിരിക്കും. എന്നാലും ആ ശരീരത്തിനെ ഇനി ആരെങ്കിലും കുളിപ്പിച്ച് പൗഡർ ഇട്ട് പൊട്ട തൊട്ട് സൂക്ഷിച്ചു വെക്കുവോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാ? ആ വ്യക്തി ആ ശരീരമല്ല. ആ വ്യക്തി ആ ശരീരത്തിൽ കുറച്ചു നാള് വസിച്ചിരുന്നു. പക്ഷെ ആ വ്യക്തി ആ ശരീരം വെടിഞ്ഞ് പോയി കഴിഞ്ഞു. ഇനി ആർക്കും ആ ശരീരം വേണ്ട. ആ ശരീരം അഴുകാൻ തുടങ്ങും, ദുർഗന്ധം വരും. നിമിഷങ്ങൾ കൊണ്ട് 1 മണിക്കൂറിനുള്ളിൽ നാറ്റം വരും. അപ്പൊ അതാണ് ഏറ്റവും വലിയ ഉദാഹരണം. നമ്മള് ഈ ശരീരമല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഒരു ബന്ധങ്ങളും ഈ ഭൗതിക ലോകത്ത് നമ്മൾ സ്ഥാപിക്കുന്ന ഒരു ബന്ധങ്ങളും ശാശ്വതമല്ല. നമുക്ക് ആ ഒരു വ്യക്തി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അത്രയും സ്നേഹം ഉണ്ടാവും. പക്ഷെ നമുക്ക് ആ ബന്ധം ശാശ്വതമായിട്ട് നിലനിർത്താൻ സാധിക്കില്ല, എത്ര സ്നേഹം ഉണ്ടെങ്കിലും. പക്ഷെ എവിടെയാണ് അത് സാധിക്കുക?
ഒരു നമുക്ക് ആരോടാണ് ശാശ്വതമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റുക? അത് ഭഗവാനോട് മാത്രമേ നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കുള്ളൂ. അപ്പോ ചില പ്രഭുപാദര് പറയണത്, നമ്മൾ ഈ ഭൗതിക ലോകത്ത് സ്ഥാപിച്ചിട്ടുള്ള ഈ ബന്ധങ്ങളൊക്കെ നമുക്ക് ഭഗവാനോടും സ്ഥാപിക്കാം. നമുക്ക് ഭഗവാനെ നമ്മുടെ യജമാനനായിട്ട് കാണാം. ഭഗവാനെ നമ്മുടെ സുഹൃത്തായിട്ട് കാണാം. ഭഗവാനെ നമ്മുടെ മകനായിട്ട് കാണാം, ഭർത്താവായിട്ട് കാണാം. അപ്പോ ഈ ബന്ധങ്ങളൊക്കെ നമ്മൾ ഭഗവാനായിട്ട് സ്ഥാപിക്കുകയാണെങ്കിൽ അത് ശാശ്വതമാണ്, ഒരിക്കലും അത് നശിക്കില്ല. പിന്നെ ഒരിക്കലും ആ ബന്ധത്തിൽ നമുക്ക് ദുഃഖിക്കേണ്ടിയും വരില്ല. കാരണം ഭഗവാൻ മാത്രമേ നമ്മളെ ഒരിക്കലും കൈവിടാതിരിക്കുള്ളൂ. ബാക്കി ആരാണെങ്കിലും ചെറിയ ചെറിയ കാരണങ്ങൾ മതി ബന്ധം വേർപെടാൻ. പക്ഷെ ഭഗവാൻ ഒരിക്കലും നമ്മളെ കൈവിടില്ല. അത് 100% നമുക്ക് വിശ്വസിക്കാം. കാരണം ഇപ്പൊ നമ്മള് ഈ അസംഖ്യം ജന്മങ്ങളായിട്ട് ഈ ഭൗതിക ലോകത്ത് കറങ്ങി കറങ്ങി നടക്കുന്നുണ്ട്. എന്നാലും ഭഗവാൻ, നമ്മൾ ഏതൊക്കെ ശരീരത്തിൽ പോയാലും ഭഗവാൻ പരമാത്മാവായിട്ട് നമ്മുടെ കൂടെ തന്നെ എല്ലാ ശരീരത്തിലും. ഇപ്പൊ ഒരു പുഴുവിന്റെ ശരീരത്തിൽ പോലും ഭഗവാൻ ഉള്ളില് പരമാത്മാവായിട്ട് നമ്മുടെ കൂടെ വരുന്നുണ്ട്. ഭഗവാൻ അതിന്റെ വല്ല ആവശ്യമുണ്ടോ? അതാണ് ജീവാത്മാവിനോട് ഭഗവാനുള്ള ആ സ്നേഹം. ഈ ഭൗതിക ലോകത്ത് അമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധം, അമ്മയ്ക്ക് കുട്ടിയോടുള്ള സ്നേഹം ആണ് ഏറ്റവും ഉന്നതമായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അസംഖ്യം മടങ്ങ് കൂടുതലാണ് ഭഗവാന് നമ്മളോടുള്ള സ്നേഹം. നമുക്ക് അതിലും അപ്പുറം, അമ്മയ്ക്ക് കുട്ടിയോടുള്ള സ്നേഹത്തിനേക്കാളും അപ്പുറം ഒരു സ്നേഹം നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല. പക്ഷെ അതിനും അസംഖ്യം മടങ്ങ് കൂടുതലാണ് ഭഗവാന് നമ്മളോടുള്ള സ്നേഹം. അതുകൊണ്ട് ഒരിക്കലും ഭഗവാൻ നമ്മളെ കൈവിടില്ല. അപ്പൊ അത്രയും സ്നേഹം നമ്മളോടുള്ള ഭഗവാന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? നമ്മുടെ സൈഡിൽ നിന്ന് നമ്മളും ഒരു ശ്രമം മുന്നോട്ട് വെക്കണ്ടേ? ഒരടി നമ്മൾ മുന്നോട്ട് വെക്കണ്ടേ? ഭഗവാൻ 10 അടി ഇങ്ങോട്ട് വെക്കും. ഒരടിയെങ്കിലും, ആ ഒരു അടിയാണ് എന്താണ്? ഒരു ആധ്യാത്മിക ഗുരുവിന് നമ്മള് എന്ത് ചെയ്യണം? നമ്മുടെ എല്ലാം സമർപ്പിക്കണം. അദ്ദേഹം പറയണത് കേട്ട് നമ്മൾ അത് പ്രകാരം, അദ്ദേഹത്തിന് മാത്രമേ ശാസ്ത്രങ്ങൾ ശരിയായിട്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കുള്ളൂ. ഗുരുവിന് മാത്രമേ നമ്മളെ ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. കാരണം ഗുരു ഭഗവാന്റെ ഒരു വിസ്താരം തന്നെയാണ്. നമ്മള് ഭഗവാന്റെ അടുത്തേക്ക് പോവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പരമാത്മാവ്, അതാണ് ചൈത്യഗുരു. ആ ചൈത്യഗുരു നമുക്ക് ശരിയായിട്ടുള്ളൊരു ഗുരുവിനെ കാണിച്ചു തരും. അപ്പൊ ആ ഗുരു ആണ് നമുക്ക് എല്ലാ കാര്യവും പറഞ്ഞ് മനസ്സിലാക്കി എന്തൊക്കെ ചെയ്താലാണ് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുക എന്ന് നമ്മളെ സാധന ചെയ്യിപ്പിച്ച്, ആ ഗുരു പറഞ്ഞു തരുന്ന എല്ലാ സാധനയും നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. അങ്ങനെ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ശ്ലോകത്തില് ഈ ഭൗതിക ലോകത്തില് നമ്മൾ ഉറപ്പിച്ചിട്ടുള്ള ഒരുപാട് വേരുകളുണ്ട്. അതാണ് നമ്മളെ ഇവിടെ ബന്ധിച്ചിട്ടിരിക്കുന്നത്. ആ വേരുകളൊക്കെ എങ്ങനെ നമുക്ക് ഫ്രീ ആക്കാൻ പറ്റും
എന്നുള്ളതാണ് അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. അധശ്ചോർധ്വം പ്രസൃതാസ്തസ്യ ശാഖാ ഗുണപ്രവൃദ്ധാ വിഷയപ്രവാള അധശ്ച മൂലാനി അനുസന്തതാനി കർമാണുബന്ധീനി മനുഷ്യലോകേ. അധശ്ചോർധ്വം പ്രസൃതാസ്തസ്യ ശാഖാ ഗുണപ്രവൃദ്ധാ വിഷയപ്രവാള അധശ്ച മൂലാനി അനുസന്തതാനി കർമാണുബന്ധീനി മനുഷ്യലോകേ. അധശ്ചോർധ്വം പ്രസൃതാസ്തസ്യ ശാഖാ ഗുണപ്രവൃദ്ധാ വിഷയപ്രവാള അധശ്ച മൂലാനി അനുസന്തതാനി കർമാണുബന്ധീനി മനുഷ്യലോകേ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പ്രസൃതാസ്തസ്യ ശാഖാ ഗുണപ്രവൃത്താ വിഷയപ്രവാലാ അധശ്ച മൂലാനനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ അധശ്ചോർധ്വം പ്രസൃതാസ്തസ്യ ശാഖാ ഗുണപ്രവൃദ്ധാ വിഷയപ്രവാലഃ അധശ്ച മൂലാന്യ അനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധശ്ചോർധ്വം പ്രസൃതാസ്തസ്യ ശാഖാ ഗുണപ്രവൃദ്ധാ വിഷയപ്രവാലാഃ അധശ്ച മൂല്യാന്യനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അധചോർധ്വം പ്രസൃതാസ്തസ്യ ശാഖാ ഗുണപ്രവൃത്താ വിഷയപ്രവാല അധശ്ച മൂല്യാനുസന്തതാനി കർമാനുബന്ധിനി മനുഷ്യലോകേ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അധ ഊർധ്വം പ്രസൃതാസ്തസ്യ ശാഖാ ഗുണപ്രവൃത്താ വിഷയപ്രവാലഃ അധശ്ച മൂല്യാനുസന്തതാനി കർമാനുബന്ധിനി മനുഷ്യലോകേ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അധശ്ചോർധ്വം പ്രസൃതാസ്തസ്യ ശാഖാ ഗുണപ്രവൃദ്ധാ വിഷയപ്രവാലാ അധശ്ച മൂല്യാനനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പദാർത്ഥം വായിച്ചോളൂ ഒരാള്. ഹരേ കൃഷ്ണ. തസ്യ അതിന്റെ ശാഖകൾ അധ താഴോട്ടും ഊർധ്വം ച മേലോട്ടും പ്രസൃത വിസൃതങ്ങളായിരിക്കുന്നു ഗുണപ്രവൃത്ത പ്രകൃതി ഗുണങ്ങൾ കൊണ്ട് വർദ്ധിതങ്ങളായിരിക്കുന്നു വിഷയപ്രവാല വിഷയങ്ങളായ ചില്ലകളോട് കൂടിയവയാണ് അധച്ച അധോ ഭാഗത്ത് അതായത് താഴെ മനുഷ്യലോകത്തെ കർമാനുബന്ധികളായ മൂലാനി വേരുകൾ അനുസന്തതാനി നീണ്ടുകിടക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം. ഹരേ കൃഷ്ണ. വിവർത്തനം. ഈ വിഷയത്തിന്റെ ശാഖകൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ പോഷിപ്പിക്കപ്പെട്ട് താഴോട്ടും മേലോട്ടും പടർന്നു കിടക്കുന്നു. ഇന്ദ്രിയ വിഷയങ്ങളാണ് അതിന്റെ ചില്ലകൾ. ഈ വൃക്ഷത്തിന്റെ താഴേക്കിറങ്ങുന്ന വേരുകളുമുണ്ട്. ഇവ മനുഷ്യ സമുദായത്തിന്റെ ഫലോധിഷ്ഠിത കർമ്മങ്ങളോട് ബന്ധപ്പെട്ടവ എത്രേ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അപ്പോ ഈ ശ്ലോകത്തില് നമ്മൾ എങ്ങനെയാണ് ഈ ഭൗതിക ലോകത്ത്
പിണഞ്ഞ് കുടുങ്ങി കിടക്കണത് എന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ ഈ വൃക്ഷത്തിന്റെ ശാഖകള് മേൽപോട്ടും താഴോട്ടും ഉണ്ട്. പിന്നെ ഈ വൃക്ഷത്തിനെ എങ്ങനെയാണ് പോഷിപ്പിക്കുന്നത്? ത്രിഗുണങ്ങൾ കൊണ്ട്. ഏതൊക്കെയാണ് ത്രിഗുണങ്ങള്? സത്വഗുണം, രജോഗുണം, തമോ ഗുണം. ഈ 3 ഗുണങ്ങള് പല കോമ്പിനേഷനിലും വരും. ഇപ്പൊ എരിവ്, ഉപ്പുരസം, പുളി, ഈ 3 ടേസ്റ്റുകള് ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പൊ ഇതിനെ പല രീതിയിലും നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ കുറച്ച് പുളിയും കുറച്ച് ഉപ്പും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറൊരു ടേസ്റ്റ് ആവും. അതുപോലെ കുറച്ച് ഉപ്പും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ ടേസ്റ്റ്. ഇനി ഇത് 3ഉം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറൊരു ടേസ്റ്റ്. ഒരു ഉദാഹരണമായിട്ട് പറയുന്നേ ഉള്ളൂ. അപ്പൊ അതുപോലെ ഈ 3 ഗുണങ്ങള്, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇത് പല രീതിയിലും മിക്സ് ചെയ്ത് വരും. നമ്മുടെ ഈ വൃക്ഷത്തിന്റെ ശാഖകള്, അതാണ് എന്താണ് നമ്മൾ സുഖം എന്ന് വിചാരിക്കുന്ന വസ്തുക്കള്. അപ്പൊ അത് എങ്ങനെയാണ്, എന്തിനാണ് അതിന്റെ ആധാരം എന്താണ്? ഒരു വൃക്ഷം എങ്ങനെ പുഷ്ടിപ്പെടുന്നു, അതിനുള്ള എന്താണ് അതിനെ തീരുമാനിക്കുന്നത്? നമ്മള് ആ വൃക്ഷത്തിന് കൊടുക്കുന്ന വെള്ളവും വളവും, ആ വൃക്ഷത്തിന് കൊടുക്കുന്ന പോഷകം, അതാണ് ആ വൃക്ഷത്തിന്റെ ആരോഗ്യത്തിനെ തീരുമാനിക്കുന്നത് അല്ലേ? അപ്പോ ഇത്രയും വലിയ വൃക്ഷമാണ്, അതിന്റെ വേരുകള് പല സ്ഥലത്തേക്കും പോയിട്ടുണ്ട്. അപ്പൊ ഈ വൃക്ഷം തന്നെ ഇങ്ങനെ പടർന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഈ ഭൗതിക ലോകത്ത് നമുക്ക് ചില സ്ഥലത്ത് നല്ല പച്ചപ്പും ചില സ്ഥലത്ത് മരുഭൂമിയും ഒക്കെ കാണാൻ സാധിക്കും. ഇപ്പൊ മരുഭൂമിയുള്ള സ്ഥലത്ത് വൃക്ഷങ്ങളുടെ അവസ്ഥ എന്താണ്? ഉണങ്ങി നിൽക്കും അല്ലെ? ഈ പച്ചപ്പ് എന്ന് പറയുന്ന സ്ഥലം, അവിടെ ധാരാളം വെള്ളമൊക്കെ കിട്ടും. അവിടെ വൃക്ഷങ്ങള് നല്ല പച്ച പിടിച്ച് നിൽക്കും. അപ്പോ നമ്മള് എന്താണോ ഉള്ളിലോട്ട് കൊടുക്കുന്നത്, അതനുസരിച്ചാണ് നമ്മുടെ ശരീരം തയ്യാറാവുക. ഇപ്പൊ ഒരാള് അധികം മധുരമില്ല, ഒരു മിതത്തിന് മധുരം, ഉപ്പും അധികം ഇല്ല, ചെറിയ ജസ്റ്റ് ആവശ്യത്തിന് മധുരം, എരിവ് ജസ്റ്റ് പേരിന്, അങ്ങനെ കഴിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ കുറെ നാള് കഴിക്കുക, ഒരു ദിവസമല്ല, കുറെ നാള് ആ ഒരു രീതിയിൽ ഭക്ഷണം കഴിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവം നമ്മള് ശ്രദ്ധിച്ചു നോക്കുക. അതേപോലെ ധാരാളം എരിവും പുളിയും ഒക്കെ കഴിക്കുന്ന ഒരു വ്യക്തി, എരിവും പുളിയും, അമിതമായിട്ട് മധുരം, അമിതമായിട്ട് എരിവ്, അങ്ങനെ കഴിക്കുന്ന ഒരു വ്യക്തി, ഒരുപാട് നാൾ കഴിക്കുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവം, രണ്ടുപേരുടെയും സ്വഭാവം നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. ആദ്യം പറഞ്ഞ വ്യക്തി, മിതമായിട്ട് കഴിക്കുന്ന വ്യക്തി, അദ്ദേഹം വളരെ ശാന്തനായിരിക്കും. അതേപക്ഷം മറ്റേ വ്യക്തി, അമിതമായിട്ട് എരിവും പുളിയൊക്കെ കഴിക്കുന്ന വ്യക്തി, അദ്ദേഹത്തിന് നിമിഷം മതി അദ്ദേഹത്തിന്റെ നിയന്ത്രണം വിടാൻ.
ചെറിയൊരു കാര്യത്തിന് വളരെയധികം ദേഷ്യപ്പെടും. അല്ലെങ്കിൽ ചെറിയൊരു സംഭവം ഉണ്ട് കഴിഞ്ഞാൽ വളരെയധികം സങ്കടപ്പെടും. അപ്പൊ അതാണ് ഈ ഗുണങ്ങൾ എന്ന് പറയണത്. ഈ സത്വഗുണത്തില് ഇരിക്കുന്ന ഒരു വ്യക്തി ധീരനായിരിക്കും. അദ്ദേഹത്തിന് അമിതമായിട്ട് ഭഗവാൻ പറഞ്ഞിരിക്കണ പോലെ മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖത ആഗമാപായനോ നിത്യസ്താം സ്ഥിതിക്ഷുസ്വ ഭാരത. സുഖവും ദുഃഖവും ഒക്കെ ഇങ്ങനെ കാലാവസ്ഥ പോലെ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. അതില് നമ്മള് ഒരുപാട് ദുഃഖിക്കാനോ ഒരുപാട് സന്തോഷിക്കാനോ പാടില്ല. നമ്മൾ അതിനെ ധൈര്യത്തോടെ ഒരു ആത്മനിയന്ത്രണം വെച്ച് നേരിടണം. അപ്പൊ അങ്ങനെ സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗുണങ്ങൾക്ക് എങ്ങനെ അധീനരാവണോ അതനുസരിച്ചിരിക്കും. അപ്പൊ ഈ ഗുണങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഭഗവാനെ നമ്മൾ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കണം. ഇപ്പോ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ ഭൗതിക വിഷയങ്ങളാൽ പോഷിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭൗതിക ലോകത്ത് ഉറച്ചിട്ടുള്ള ഈ വൃക്ഷത്തിന്റെ വേരുകള് വളരെയധികം സ്ട്രോങ് ആവും. നമുക്ക് ഇവിടെ നിന്ന് ഫ്രീ ആവാൻ സാധിക്കില്ല. അപ്പോ നമ്മള് എന്താണ് ഈ വൃക്ഷത്തിനെ ഏത് രീതിയിലാണ് നമ്മൾ ഈ വൃക്ഷത്തിനെ പോഷിപ്പിക്കേണ്ടത്? ആദ്യത്തെ ശ്ലോകത്തില് ഈ വൃക്ഷത്തിന്റെ ഇലകള് വേദങ്ങളാകുന്നു എന്നും ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോ വേദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വേദിശ്ച സവേർ അഹമേവ വേദ്യോ. എന്ത് വായിച്ചാലാണ് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുക? അതാണ് വേദം. അപ്പോ ഭഗവാനെ മനസ്സിലാക്കാൻ ആയിട്ട് നമ്മള് ഭഗവാനെ കുറിച്ച് ഭക്തന്മാര് എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ വായിക്കണം. ഭക്തന്മാരുടെ സംഘത്തിലിരിക്കണം. ഭക്തന്മാരുടെ സംഘമാണ് ഏറ്റവും പ്രധാനം. ഭക്തന്മാരുടെ സംഘത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ വിഷയങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് പോവാണ്ട് ശ്രദ്ധിക്കാൻ സാധിക്കും. ഇപ്പോ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. നമ്മളിപ്പോ ഭക്തരല്ലാത്ത നമ്മുടെ കൂട്ടുകാരുടെ കൂടെ സംഘം ചേർന്ന് കഴിഞ്ഞാൽ അവിടെ സംസാര വിഷയം എന്തായിരിക്കും? എന്തെങ്കിലും ചിലപ്പോ രാഷ്ട്രീയമായിരിക്കാം, അല്ലെങ്കിൽ വല്ല സിനിമയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പരദൂഷണമാവും, മറ്റുള്ളവരുടെ കുറ്റങ്ങള്. അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യും? ആ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കും. നമ്മുടെ മനസ്സിൽ എപ്പോഴും ദുഷ്ടചിന്തകളെ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ ഭക്തരുടെ സംഘത്തിലിരിക്കുമ്പോ കഥേന്തശ്ച മാം നിത്യം തുഷ്യന്തിച്ച രമന്തിച്ച, ഭഗവാനെ കുറിച്ചായിരിക്കും ഫുൾ ഡിസ്കഷൻ. നമ്മള് പരസ്പരം സംസാരിക്കുന്നത് ഭഗവാനെ കുറിച്ച് മാത്രമാണെങ്കിൽ അത് നമുക്ക് ഒരിക്കലും നമുക്കതില് മതി വരില്ല. നമുക്ക് എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഭഗവാനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റും. നമുക്കതിൽ കൂടുതൽ സന്തോഷം കൂടി വരികയുള്ളൂ. അപ്പൊ അങ്ങനെ ഈ രീതിയിൽ നമ്മൾ ഈ വൃക്ഷത്തിനെ പോഷിപ്പിച്ചെടുത്താൽ ഈ ഭൗതിക ലോകത്ത് ഉറച്ചു നിൽക്കുന്ന വേരുകളൊക്കെ അതിന്റെ ബലം കുറയും. പിന്നെ
ആത്മീക ലോകം, ഭഗവാന്റെ ധാമത്തിലോട്ടുള്ള വേരുകളാണ് കൂടുതൽ ശക്തി വെക്കുക. അപ്പോ ബലം കുറഞ്ഞിട്ടുള്ള വേരുകളെ നമുക്ക് കൂടുതൽ എളുപ്പത്തില് മുറിച്ചു മാറ്റാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ ഭൗതിക ലോകത്തുനിന്ന് ഫ്രീ ആയിട്ട് ഭഗവാന്റെ അടുത്തോട്ട് പോവാൻ സാധിക്കും. അപ്പൊ ഈ ഭൗതിക ലോകം എന്ന് പറയണത് നമുക്കിവിടെ കർമ്മം ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ എന്ത് കർമ്മമാണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇപ്പൊ നേരത്തെ പ്രഭുപാദ പറഞ്ഞു തന്നു, നമ്മളെ എല്ലാ ബന്ധങ്ങളും നമ്മൾ ഭഗവാനായിട്ട് സ്ഥാപിക്കണം. അപ്പൊ ഭഗവാനായിട്ട് ബന്ധം സ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും അത് ഭഗവാന് വേണ്ടിയായിരിക്കണം. നമ്മൾ ജോലി ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയായിരിക്കണം. ഭഗവാന് വേണ്ടി ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം നമ്മൾ ഭഗവത് സേവയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. ഭഗവത് സേവയ്ക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ കുടുംബാംഗങ്ങൾ അവരെ ശുശ്രൂഷിക്കാൻ നമുക്ക് പൈസയുടെ ആവശ്യമുണ്ട്. അപ്പോ ആ പൈസ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മേടിക്കുന്ന എല്ലാ സാധനങ്ങളും ഭഗവാന് നീതിച്ച് ഭഗവാന് വേണ്ടി ഉപയോഗിക്കുക. ഭഗവാന് ഭോഗ അർപ്പിച്ച് ആ പ്രസാദം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളും ശുദ്ധീകരിക്കപ്പെടും. അതുപോലെ നമ്മുടെ വീട് നമ്മൾ ഭഗവാന് വേണ്ടി ഉപയോഗിക്കുക. വീട്ടില് ഭഗവാന്റെ ആരതി കീർത്തനം ഒക്കെ ചെയ്യുക. അതുപോലെ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവാന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ നാവ് ഭഗവാനെ സ്തുതിക്കാൻ ഉപയോഗിക്കുക. ആരാണ് ശാസ്ത്രങ്ങളിൽ നമുക്കറിയാം, അംബരീഷ് മഹാരാജ് എല്ലാ അംഗങ്ങളും ഭഗവാന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. നമ്മുടെ പാദങ്ങള് ഭഗവാന്റെ ക്ഷേത്രങ്ങളിലേക്ക് നടക്കാൻ വേണ്ടി ഉപയോഗിക്കുക. കൈകള് ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. ശിരസ് ഭഗവാനെ വണങ്ങാൻ വേണ്ടി ഉപയോഗിക്കുക. ശബ്ദം ഭഗവാന്റെ കീർത്തനം പാടാൻ വേണ്ടി ഉപയോഗിക്കുക. നമ്മുടെ നാസികം ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ച് തുളസി സ്മെല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. ഭഗവാന്റെ പുഷ്പങ്ങള്. അങ്ങനെ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഭഗവാന്റെ ചിന്തകൾ നിറഞ്ഞു നിൽക്കണം. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ ഉയർത്തണം. നമ്മൾ നമ്മളെ തന്നെ ഉയർത്തണം. എന്നാൽ മാത്രമേ നമുക്ക് ശരിക്കും എപ്പോഴും സന്തോഷവാനായിട്ടിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുള്ള പ്രാക്ടീസാണ് ഭഗവാൻ ഇവിടെ ചെയ്യാൻ പറയുന്നത്. ഈ ശരീരത്തിനെ, അതായത് ഈ വൃക്ഷത്തിനെ നമ്മൾ ഭഗവത് സംഘം കൊണ്ട് പുഷ്ടിപ്പെടുത്തണം. അപ്പൊ നമുക്ക് സുഖമായിട്ട് യാഥാർത്ഥ്യവും ഭ്രമവും തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കും. നമ്മൾ വെള്ളത്തിൽ കാണുന്ന റിഫ്ലക്ഷൻ അല്ല ശരിക്കുമുള്ളത്. ശരിക്കുമുള്ള വൃക്ഷം ഈ ലോകത്തല്ല. ആ വൃക്ഷം ഭഗവാന്റെ ധാമത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തിരിച്ച് അങ്ങോട്ട് ഭഗവാന്റെയും ഗുരുവിന്റെയും കൃപ കൊണ്ട് പോവാൻ സാധിക്കുള്ളൂ. ഹരേ കൃഷ്ണ. ഈ ഭൗതിക ലോകത്തിലെ വേരുകള് എങ്ങനെ മുറിച്ചു മാറ്റണം എന്നുള്ളത് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നതായിരിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ് ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ്. കൃഷ്ണദയാ സിന്ധു പ്രഭുജി അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലും ഭഗവാന്റെ ആ തന്നിരിക്കുന്ന പേരിലൂടെയും ആ കൃഷ്ണന്റെ ദയ നമുക്ക് കിട്ടി. എല്ലാവരും അത് ആസ്വദിച്ചു എന്ന് വിചാരിക്കണം. ഹരേ കൃഷ്ണ. എനി കമന്റ്സ്?
എന്തെങ്കിലും സംശയമുണ്ടോ ആർക്കെങ്കിലും ഈ പറഞ്ഞതില്? നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. ആ, ഒരു ഇച്ചിരി പ്രയാസമുള്ള ഒരു ശ്ലോകമായിരുന്നല്ലോ. അതെ അതെ. പ്രഭു മിക്കവാറും ഇംഗ്ലീഷ് ലെക്ചർ ക്ലാസ്സുകളാണ് എടുക്കാറ്. ഇപ്പൊ മലയാളം അങ്ങനെ പ്രഭു അത്ര ഇതല്ല. ഇപ്പൊ നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെ സിംഹാദ്വൈത പ്രഭുവിന്റെ ഒരു കൃപ കാരണം നമുക്ക് ഇങ്ങനെ കിട്ടി. പ്രഭു ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വരുമ്പോ നല്ല ഇതാവും. എന്തുമാത്രം പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലാവാണ്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. സംശയം ചോദിച്ചോളൂ, ശ്രമിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി, പാദനമസ്കാരം പ്രഭുജി. ഈ 15-ാമത്തെ അധ്യായത്തിലെ ഈ ആദ്യത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മനസ്സിലാക്കാൻ ഇച്ചിരി പാടുള്ള ഒരു വിഷയമായിരുന്നു. അതെന്തായാലും നന്നായിട്ട് പ്രഭുജി മനസ്സിലാക്കി തന്നു. വളരെ സന്തോഷം പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു, ഈ ഊർധ്വമൂലം അധശാഖം അതാണോ ഈ ഇപ്പൊ പറഞ്ഞത്? അതെ അതെ, അതും അതിന്റെ അടുത്ത ശ്ലോകം, 2 ശ്ലോകവും പറഞ്ഞു. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. നമ്മുടെ ഹരേ കൃഷ്ണ. സമയമായിരുന്നു. ഹരേ കൃഷ്ണ. സമയമുണ്ടോ? പറഞ്ഞോളൂ പ്രഭു. ഹരേ കൃഷ്ണ. എന്റെ പ്രണാം പ്രഭുജി. പറഞ്ഞു. ഡൗട്ട് എന്ന് പറയുന്നത് നമ്മള് 84 ലക്ഷം സ്പീച്ച് ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ അത് 30 ലക്ഷം സസ്യങ്ങള്, മനുഷ്യജന്മം 4 അങ്ങനല്ലേ പറയുന്നത്? അതെന്താ ഉദ്ദേശിക്കുന്നത്? മനുഷ്യജന്മം 4 എന്ന് ഉദ്ദേശിക്കുന്നത് അത് എന്താ കാറ്റഗറി അങ്ങനെ എന്തോ അതെനിക്ക് മനസ്സിലാകുന്നു. അതായത് ഈ 4 ലക്ഷം മനുഷ്യ യോനികൾ എന്ന് പറയുമ്പോൾ അതില് നമ്മുടെ ചുറ്റും കാണുന്ന ഈ സാധാരണ മനുഷ്യർ പെടും. പിന്നെ രാക്ഷസര്, ഗന്ധർവന്മാര്, ദേവന്മാര്, നമ്മുടെ ഭാരതത്തിലുള്ള മനുഷ്യന്മാര്, നമ്മുടെ ശരീരം, അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള മനുഷ്യന്മാരുടെ ശരീരം, അല്ലെങ്കിൽ വിദേശത്തുള്ള മനുഷ്യന്മാരുടെ ശരീരം, ഇതൊക്കെ കാണാനെല്ലാം പ്രത്യേകമാണ് അല്ലെ? ഈ എല്ലാ ശരീരങ്ങളിലും അവർക്ക് താങ്ങാൻ പറ്റുന്നതും അവരുടെ ശരീരത്തിന്റെ കപ്പാസിറ്റിയും വേറെ വേറെ ആയിരിക്കും. എല്ലാവർക്കും ഒരുപോലെ എല്ലാം താങ്ങാൻ സാധിക്കില്ല. അതുപോലെ നമ്മുടെ ഈ കാണുന്ന ഈ ഒരു മനുഷ്യ രൂപം ഉണ്ടല്ലോ, ഈ രൂപം ഈ ഭൂമിയിൽ മാത്രമല്ല, ഈവൻ സൂര്യലോകത്ത് പോലും മനുഷ്യ രൂപം ഉള്ള വ്യക്തികളുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ 4 ലക്ഷം സ്പീഷീസിന്റെ ഉള്ളിൽ പെടും. ഹരേ കൃഷ്ണ. ഈ ഭൗതിക ലോകം മൊത്തത്തിലാ പറയുന്നത്? അതെ അതെ, ഭൗതിക ലോകം മൊത്തത്തിലാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്ന് ഏകാദശിയാണ്. സോ ഞാൻ ഇച്ചിരി തിരക്കിലായിപ്പോയി. നല്ലൊരു സത്സംഗം നമുക്ക് കിട്ടി. അപ്പോ കൃഷ്ണദയാ സിന്ധു പ്രഭുജിക്കും പ്രഭുജിയുടെ കുടുംബത്തിനും വേണ്ടി നമ്മൾ 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞ് വീണ്ടും വീണ്ടും ഇതുപോലെ സത്സംഗം തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും വരിക. 3 പ്രാവശ്യം ഹരേ കൃഷ്ണ. പഞ്ചകൽപതരുവേശ കൃപാ സിന്ധുഭ്യേവ ച പതിതനാം वैष्णव्यो नमो नमः। अनेकोटि वैष्णव वृंद की हरिनाम संकीर्तन की, हरे कृष्णा महामंत्र की, श्रील प्रभुपाद की जय, श्री आनंद पद्मनाभ स्वामी की जय। हरे कृष्णा प्रभु, धन्यवाद प्रणाम। हरे कृष्णा प्रभु, हरे कृष्णा प्रभु।